യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മാജിക് ഷോ കണ്ടിട്ടുള്ളവർക്ക് അത് തീരും വരെ അതിവിസ്മയമായ കാഴ്ചകളാണ് ഒരു മാജിക്കുകാരൻ സമ്മാനിക്കുന്നത്. തൊപ്പിക്കകത്തുനിന്ന് മുയലുകൾ പുറത്തു വരുന്നതും ജീവനുള്ള ഒരു സ്ത്രീയെ നേർപകുതിയായി വെട്ടിമാറ്റുന്നതും തൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ അപ്രത്യക്ഷമാക്കുന്നതുമൊക്കെ നാം ശ്വാസമടക്കി പിടിച്ച് കണ്ടിട്ടില്ലേ? ഇതുപോലെ ഒരു മാന്ത്രികനെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ 8 അധ്യായം 9 മുതൽ 24 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ശമര്യ പട്ടണത്തിൽ ഷീമോൻ എന്നു പേരുള്ള ഒരു ആഭിചാരം ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 4 ശീമോന്മാരുണ്ട്. അതിൽ ആദ്യം കാണുന്ന വ്യക്തിയാണ് ഈ ശീമോൻ. താൻ ഒരു മഹാൻ എന്ന് പറഞ്ഞാണ് ശമര്യരെ ഭ്രമിപ്പിച്ചിരുന്നത്. അയാളുടെ പിന്നിൽ മഹതി എന്ന് പറയുന്ന ഒരു മഹാശക്തി ഉണ്ട് എന്ന് വിചാരിച്ച് ജനം അവനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. വാസ്തവത്തിൽ തൻ്റെ മാന്ത്രിക കാഴ്ചകൾ കാണിച്ച് ജനത്തെ ഭ്രമിപ്പിക്കുകയും തന്നിലേക്ക് ജനത്തെ ആകർഷിക്കുകയും ചെയ്ത ഒരു കുട്ടി ദൈവമായിരുന്നു ഷീമോൻ. ഇന്നും ഇതുപോലെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ജനത്തെ തന്നിലേക്ക് ആകർഷിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരും പല ശക്തികളും തങ്ങളിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവർ നമുക്കിടയിലുണ്ട്. ഇത് ദൈവശക്തിയാണ് എന്ന് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കും. അമ്പരപ്പിക്കുന്ന വിശ്വാസയോഗ്യമായ സാക്ഷ്യങ്ങൾ ഇവരെപ്പറ്റി നാം കേൾക്കാറുമുണ്ട്. പലപ്പോഴും അത് വിശ്വസിക്കേണ്ടതായ ഒരവസ്ഥയും നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം അറിയുക, ജനത്തെ യേശുവിലേക്ക് ആകർഷിക്കാത്ത ഒരു സുവിശേഷവും അത്ഭുത പ്രവൃത്തിയും സത്യമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ തന്നെയാണ്. ഫിലിപ്പോസ് എന്ന വ്യക്തി ശമര്യയിലെത്തി സുവിശേഷം അറിയിച്ചു. യഥാർത്ഥ അത്ഭുതങ്ങൾ അവിടെ ചെയ്തു തുടങ്ങി. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുമാറി. ഇത് കണ്ട ജനം അദ്ദേഹം പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. തൻ്റെ കൺകെട്ട് വിട്ടുകയും മാജിക്കുമൊന്നും ഇനി ഇവിടെ നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഷീമോൻ 13-ാം വാക്യത്തിൽ പറയുന്നു, ഷീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു എന്ന്. വലിയ വീര്യപ്രവർത്തികൾ നടക്കുന്നത് കണ്ട് അദ്ദേഹം ഭ്രമിച്ചു. ഇതുവരെ താൻ മറ്റുള്ളവരെ ചെറിയ കൺകെട്ട് വിദ്യകളാൽ ഭ്രമിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വലിയ അത്ഭുതങ്ങൾ കണ്ട് താൻ തന്നെ ഭ്രമിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. പെട്ടെന്നൊരാൾ താൻ അടക്കി വാണിരുന്ന ദേശത്തേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ഷീമോൻ വാക്കുകൾ കൊണ്ട് എതിർത്തിരിക്കാം. എന്നാൽ ഫിലിപ്പോസിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വചനം പറയുന്നു. പകരം കൂടെ കൂടി. ഷീമോൻ എന്ന പേരിന്റെ അർത്ഥം കേൾക്കുക എന്നാണ്. പേരുപോലെ തന്നെ കേട്ടത് സ്വീകരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. ഒരു മാന്ത്രികന്റെ സൂത്രങ്ങളും ദൈവത്തിന്റെ അത്ഭുതങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മോശ ചെയ്തതുപോലെ വടി താഴെയിട്ടപ്പോൾ ഈജിപ്തിലെ മന്ത്രവാദികളുടെ വടിയും പാമ്പായി മാറി. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാമ്പ് ബാക്കി എല്ലാറ്റിനെയും വിഴുങ്ങിക്കളഞ്ഞു എന്ന് നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. വളരെ വർഷങ്ങൾ കൊണ്ട് പരിശീലിച്ചെടുത്ത ജാലവിദ്യകൾ ഒന്നുമല്ല എന്ന് ഷീമോന് തോന്നി. യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. മറ്റ് ശമര്യർ ചെയ്തതുപോലെ അദ്ദേഹവും വിശ്വസിച്ചു സ്നാനമേറ്റു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന യേശുവിൻ്റെ കൽപ്പന അവൻ അനുസരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 14-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ വായിക്കുമ്പോൾ ശമര്യയിൽ നടക്കുന്ന ദൈവപ്രവൃത്തി കണ്ടിട്ട് അപ്പോസ്തലന്മാർ അവിടേക്ക് 2 പേരെ അയക്കുന്നു, പത്രോസിനെയും യോഹന്നാനെയും. അവർ ശമര്യയിലെത്തി വിശ്വസിച്ച് സ്നാനമേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൈവച്ചപ്പോൾ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും ചെയ്തു. മഹതി എന്ന ദുഷ്ടശക്തിയുടെ അധീനതയിൽ നിന്ന് യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടെങ്കിലും ഷീമോന് വലിയ വ്യത്യാസമൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. ഫിലിപ്പോസിനേക്കാളും വലിയ 2 ദേവദാസന്മാരെ കണ്ടപ്പോൾ, അവർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് കണ്ടപ്പോൾ അതുപോലെ തനിക്കും ചെയ്യണം എന്ന് അവൻ ആഗ്രഹിച്ചു. താൻ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്ന് തനിക്കും ഈ അധികാരം തരണം എന്ന് ആവശ്യപ്പെട്ടു. ഫിലിപ്പോസ് ശമര്യയിൽ വരുന്നതിന് മുമ്പ് തൻ്റെ ജാലവിദ്യ കൊണ്ട് താൻ പണം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള ശക്തി ഫിലിപ്പോസിനില്ലായിരുന്നു എന്ന് കണ്ട് തനിക്കത് വേണം ഇവിടെ ശമര്യരുടെയിൽ ഇനി പിടിച്ചു നിൽക്കുവാൻ എന്ന് ഷീമോൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ പണം തരാം, ഈ അധികാരം എനിക്ക് തരണം എന്നവൻ പത്രോസിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാൻ കഴിയുകയില്ല. അതിനുള്ള ശ്രമം തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്ന് താക്കീത് നൽകി. വഷളത്തം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്ന് പത്രോസ് പറഞ്ഞു.
ശീമോൻ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും വഷളത്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുകയല്ല. ശീമോൻ മാത്രമല്ല, ഏതൊരു വ്യക്തി രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും വഷളത്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുവാൻ കഴിയുകയില്ല. പത്രോസ് ഇവിടെ ശീമോന്റെ പാപങ്ങൾ ക്ഷമിച്ചതായി നാം കാണുന്നില്ല. പകരം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒരുപക്ഷെ ദൈവം ക്ഷമിക്കുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ശീമോൻ എന്ന വ്യക്തി കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് പത്രോസ് കണ്ടു. ഇപ്രകാരം ഒരു വെളിപ്പാട് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കും ഉണ്ടാകണം. വിവേചന വരം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഒരാളുടെ കണ്ണുനീർ കണ്ട്, ചേഷ്ടകൾ കണ്ട്, കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധി നമ്മിലുണ്ടാകണം. മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ ഒരുവൻ വീണ്ടും വഷളത്വം പ്രവർത്തിച്ചാൽ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ശീമോന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സ്വാർത്ഥതയാൽ ക്രിസ്തുവിനെ പിന്നെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാക്കിയാൽ സകലവും നഷ്ടം തന്നെ എന്ന് പ്രബോധിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.